+2 മാത്സ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ 2011 മുതൽ 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2019 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. If f of x equal to sin x and g of x equal to s square, x belongs to R, find f composite g of x. And രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട്, let u and v be two function defined on R as ux equal to 2x minus 3 and vx is equal to 3 plus x by 2. Prove that u and v are inverse to each other. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നോക്കാം. അപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ ഇൻവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യനകത്ത്. നമുക്ക് ചെയ്യാം ജി കോമ്പോസിറ്റ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എഴുതാം. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫൈൻഡ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നായിരിക്കും. അത് കോമ്പോസിറ്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. എന്നിട്ട് നമുക്കറിയാം ജി ഓഫ് എക്സിന് പറയാം നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ സ്ക്വയർ കൊടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ, പക്ഷേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പറയാം ആ എക്സ് മാറ്റിയിട്ട് എക്സ് സ്ക്വയർ കൊടുത്താൽ മതി, സൈൻ എക്സ് സ്ക്വയർ. ഇതാണ് നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കോമ്പോസിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്ത് തന്നിരിക്കുന്ന ഇത് രണ്ട് യു എന്നും വി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ആണ്. അത് ചിലപ്പോൾ എഫും ജി എന്നൊക്കെയാണ് തരുന്നത്, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് യു എന്നും വി എന്നുമാണ്. അപ്പോൾ ഇവിടെ ഇത് ഇൻവേഴ്സ് ആണ് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ആണ് തെളിയിക്കാൻ ഇത് രണ്ടിൻ്റെയും കോമ്പോസിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചും കണ്ടുപിടിക്കുക. യു കോമ്പോസിറ്റ് വിയും വി കോമ്പോസിറ്റ് യുവും കണ്ടുപിടിക്കുക. രണ്ടും കിട്ടുമ്പോൾ അത് കിട്ടുന്നത് അതിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇൻവേഴ്സ് ടു ഈച്ചർ എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി അത് യു കോമ്പോസിറ്റ് വി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പം യു ഓഫ് വി ഓഫ് എക്സ് എഴുതാം. വി ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 3 + x by 2 എന്ന് കൊടുക്കുന്നു. പക്ഷേ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 3 ആണ്. പക്ഷെ ഇവിടെ യു ഓഫ് 3 + x by 2. അപ്പോൾ നമ്മൾ ഈ എക്സ് മാറ്റിയിട്ട് ഇത് കൊടുത്താൽ മതി. 3 + x by 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 2 വെട്ടിപ്പോയിട്ട് പിന്നെ വരുന്ന 3 + x -3. അപ്പം 3 വെട്ടിപ്പോയിട്ട് എക്സ് എന്ന് കിട്ടും. എക്സിനെ നമ്മൾ ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് ഐ എന്ന് പറയാം. അതുപോലെ തിരിച്ചും കണ്ടുപിടി വി കോമ്പോസിറ്റ് ഓഫ് എക്സ്. അതിന് ഇവിടെ യു ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2x - 3 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം വിയിൽ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ 3 തരുമ്പോൾ ആൻസർ വരുന്നത് എക്സ് ഐ ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ ആണെങ്കിൽ നമുക്ക് പറയാം യു കോമ്പോസിറ്റ് വിയും വി കോമ്പോസിറ്റ് യുവും കണ്ടുപിടിക്കുമ്പോൾ സെയിം ആണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഐ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യു എന്ന് പറയുന്നത് വിയുടെ ഇൻവേഴ്സ് ആണ്. തിരിച്ചും പറയാം വി എന്ന് പറയുന്നത് യുവിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. യു വിയുടെ ഇൻവേഴ്സ് ആണ്. തിരിച്ചും മറിച്ചും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം യു ആൻഡ് വി ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ. അടുത്ത ക്വസ്റ്റ്യൻ 2018 മാർച്ചിലെയാണ്. If f of x equal to x by x minus 1, find f composite f of x, find the inverse of f. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് എഫ് കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടത് നമുക്ക് ഇങ്ങനെ അറിയാം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ നിന്ന് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 1. ഇപ്പോൾ എഫ് ഓഫ് എക്സിന് വരെ എക്സ് ബൈ എക്സ് മൈനസ് 1 കൊടുക്കാം. അവിടെ നിന്നും വീണ്ടും നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് മാറ്റിയിട്ട് എക്സ് ബൈ എക്സ് മൈനസ് 1 കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -x + 1 എന്നാണ് വരുന്നത്. അപ്പം വരുന്നത് 1/(x
എക്സ് മൈനസ് വൺ. അപ്പോൾ മേളിൽ എക്സ് ബൈ എക്സ് മൈനസ് വൺ, താഴെ 1/(x-1). അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൺ ക്യാൻസലായി പോവും. ബൈ എക്സ് ബൈ 1 എന്ന് പറയുന്നത് ആൻസർ 1x ആയിരിക്കും. എഫ് കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് തന്നെ കിട്ടുന്നു. എങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഇൻവേഴ്സ് ഇത് തന്നെ ആയിരിക്കും, എഫിൻ്റെ ഇൻവേഴ്സ് എഫ് തന്നെ ആയിരിക്കും എന്ന് പറയാം. അതിൽ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ടാമത് പറയുന്നുണ്ട്. ലെറ്റ് y = f(x) എടുക്കുന്നു. ഇനി y = ഇതെടുക്കാം. ഇവിടെ ഇന്നും y കണ്ടുപിടിക്കുക, ഇവിടെ ഇന്ന് എക്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ y = f(x) എടുക്കുന്നു. ആ എക്സിന് f(x) x/(x-1) എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇന്നും എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കുമ്പം y/(y-1) തന്നെ കിട്ടുന്നത്. ഇത് കിട്ടാൻ കാരണം മറ്റേ ഫംഗ്ഷൻ തന്നെ. അപ്പോൾ എക്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എക്സ് വൈ മാറ്റിയിട്ട് എക്സ് കൊടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടുന്നത്. അതിന് കാരണം എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് എക്സ് തന്നെ കിട്ടുന്നതുകൊണ്ടാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് കോമ്പോസിറ്റ് എഫ് അത് തന്നെയാണ്. അതുകൊണ്ട് എഫിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണെന്ന് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. Let A equal to n cross n and star be a binary operation on defined AB star CD is equal to A plus C B plus D. ഇവിടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നൊരു ഈ n ക്രോസ് എന്നിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് ഇപ്പോൾ ഓർഡേർഡ് പെയർ ആയിരിക്കും. n ക്രോസ് n ആയതുകൊണ്ട് ഓർഡേർഡ് പെയർ ആയിരിക്കും ഇവിടുത്തെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് എലമെൻറ്റ്സിൻ്റെ സ്റ്റാർ എടുക്കുമ്പോൾ കിട്ടുന്നത് എസ് കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, വൈ കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾക്കിത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് 1 2 star 2 3. പ്രൂവ് ദാറ്റ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്നാണ്, പക്ഷേ അന്ന് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ വന്ന ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇവിടെ അസോസിയേറ്റീവ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എസ് കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, വൈ കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ 3 5 എന്ന് കിട്ടും. വളരെ എളുപ്പത്തിലാണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കിതാണ്. അപ്പോൾ ഇതിനെ തിരിച്ച് കണ്ടുപിടിക്കുന്നു. CD സ്റ്റാർ AB കണ്ടുപിടിക്കുന്നു. ഓർഡേർഡ് പെയർ CD സ്റ്റാർ AB കണ്ടുപിടിക്കുമ്പം എസ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഇത് തിരിക്കാം. C+A തിരിച്ചാൽ A+, നമുക്കെന്ത് പറയാം, A+C എന്ന് തന്നെ പറയാം. അതുപോലെ ഇത് തിരിച്ച B+D അതെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, AB സ്റ്റാർ CD തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് മറിച്ച് ചെയ്യുമ്പോൾ ഒരേ ആൻസർ ആയതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇനി അസോസിയേറ്റീവ് കണ്ടുപിടിക്കുക. ഇതേപോലെ 3 എലമെൻറ്റ് എടുക്കുന്നു. ഇത് രണ്ടുകൂടെ ആദ്യം ഓപ്പറേറ്റ് ചെയ്തു. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എസ് കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ C+E ആണ്, ഇത് D+F ആണ്. എന്നിട്ട് ഇതുമായിട്ട് വീണ്ടും AB യുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം A ഇതുമായിട്ട് ആഡ് ചെയ്യുക, B ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും. A+C+E B+D+F. ഇനി ആദ്യം ഇത് നമ്മൾ എടുക്കുന്നു, ഇത് നമ്മൾ ജോഡി ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്ത് ഓപ്പറേഷൻ ആദ്യം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരും. വീണ്ടും ഈ എഫ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അസോസിയേറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2017 ചോദിച്ചെങ്കിൽ ലെറ്റ് ആർ ബി റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് 1 2 3. എന്നിട്ട് റിലേഷൻ തന്നിരിക്കുകയാണ്. ആർ എന്ന് പറയുന്നത് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, റിഫ്ലെക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഫൈൻഡ് എഫ് കോമ്പോസിറ്റ് ജി ആൻഡ് ജി കോമ്പോസിറ്റ് എഫ് തന്നിരിക്കുന്നത് ഈ f(x) = mod x+1 ആൻഡ് g(x) = x-1. പിന്നെ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ n ക്രോസ് n ബൈ നേരത്തെ തന്നതിൻ്റെ കൂട്ട് തന്നെ ഒരു ഓപ്പറേഷൻ തന്നിരിക്കുക. ഫൈൻഡ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ സ്റ്റാർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നോക്കാം. ഇത് നമുക്കറിയാം ഇവിടുത്തെ എലമെൻറ്റ് 1 2 3 ആണ്. അപ്പോൾ 1 2 3 ആകുമ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1 2 3 അതിനോട് തന്നെ റിലേറ്റ് ചെയ്യണം. 1 1 2 2 3 3 കാണണം. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല. രണ്ടാമത് സിമെട്രിക് ആവണമെങ്കിൽ ഇവിടുത്തെ 2 എലമെൻറ്റ് എടുത്താൽ 1 3 എടുത്തു കഴിഞ്ഞാൽ 3 1 അവിടെ കാണണം. ഇപ്പോൾ അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആകുമ്പോൾ 3 എലമെൻറ്റ് എടുക്കണം. അങ്ങനെ എലമെൻറ്റ് എടുക്കാൻ ഇവിടെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ആൻസർ സിമെട്രിക് എന്ന് പറയാം. ഈ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. 1 3 തിരിച്ച് ചെയ്യുമ്പോൾ 3 1 അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സിമെട്രിക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആൻസർ സിമെട്രിക് ആണ്. ഇനി അടുത്ത ഇത് കോമ്പോസിറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ കോമ്പോസിറ്റ്
കണ്ടുപിടിക്കുമ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുക എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുക 2x-1 ആണ്. അപ്പോൾ ആ എഫിൽ എക്സ് മാറ്റിയിട്ട് 2x-1 കൊടുക്കുക. അപ്പം മോഡ് 2x-1 + 1 ആൻസർ വരുന്നത് 2 mod x എന്ന ആൻസർ വരും. ഇനി അടുത്ത ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ മോഡ് x+1 ആണ്. ഇനി ജിയിൽ എക്സ് എവിടെയാണോ അവിടെ മോഡ് x+1 കൊടുക്കുമ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും. പിന്നെ ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ആൻസർ അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറൽ നമ്പറാണ് പറഞ്ഞേക്കുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് എടുക്കുന്നു എ ബി എന്നെടുക്കുന്നു. അതിനോട് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആ എലമെൻറ്റിന് കിട്ടണം, എ ബി തന്നെ കിട്ടണം. അപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇവിടെ 0 വന്നെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ A+0 B+0. അപ്പോൾ 0 വന്നെങ്കിൽ മാത്രമേ ഇവിടെ 0 എന്ന് പറയുന്ന എലമെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഇത് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നാച്ചുറൽ നമ്പർ അവിടെ പറഞ്ഞേക്കുന്നത്. നാച്ചുറൽ നമ്പറിനകത്ത് 0 ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. There exists no identity element in n cross n since 0 does not belongs to n cross n എന്ന് പറയാൻ പറ്റും. ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2016 ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ എഫ് ഫ്രം n to n by f of x equal to 2x. അത് 1 ആണോ 1 and 2 1 but not on 2 not 1 and not on 2 not on 2 but not 1 അങ്ങനെ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ആണ് find g composite f of x if f of x equal to 8x³ and g of x equal to x raised to 1/3. മൂന്നാമത്തെ പാർട്ട് let star be an operation such that a star b is equal to LCM of ab defined on the set 1 2 3 4 5. ഈ star is a binary operation. Justify your answer. അതാണ് ആദ്യം നമുക്ക് ഒന്നാമത്തേനകത്ത് നോക്കാം. അപ്പോൾ നമ്മൾ 1 ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 1 ആവണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എന്ന് പറയുന്ന 2 എലമെൻ്റ് എടുത്തിട്ട് അപ്പോൾ x1 is equal to x2 എന്ന് തെളിയിക്കണം. ഇവിടെ അങ്ങനെ തെളിയിക്കാൻ പറ്റും ഉണ്ടോ? ഇവിടെ എഫ് ഓഫ് x 1 ആവണമെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് 1 ആണ്. കാരണം എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 അവിടെ ഇംപ്ലൈസ് 2x1 is equal to x2. ഇവിടെ നിന്നും x1 is equal to x2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിലാണ് നമ്മൾ 1 തെളിയിക്കുന്നത്. ഏതൊരു ഫംഗ്ഷനും 1 തെളിയിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഓൺ ടു എന്ന് തെളിയിക്കണമെങ്കിൽ 2x ഈക്വൽ ടു ഒരു 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1/2 ആയിരിക്കും. അപ്പോൾ 1/2 എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ നാച്ചുറൽ നമ്പറിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇപ്പോൾ 2 അതുപോലെ 3 ആയാലും 5 ആയാലും ഇവിടെ എക്സിന് ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓൺ ടു എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ഇതാണ് ഇപ്പോൾ 1 എടുക്കുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് എടുത്താൽ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പർ ഇല്ല. അതുകൊണ്ട് നമുക്കതിന് നോട്ട് ഓൺ എന്ന് പറയാം. അപ്പം നമുക്ക് ആൻസർ ഇങ്ങനെ പറയാം. ഇത് എഫ് എന്ന് പറയുന്നത് ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു എന്ന് പറയാം. 1 ആണ്, പക്ഷെ അത് ഓൺ ടു അല്ല. ഇവിടെ ഓഡ് നമ്പർ വേണ്ടതൊന്നും ഇത് ഓൺ ടു നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അല്ല എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ് പാർട്ട് ഇതാണ്. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ ആണ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/3. അപ്പോൾ അത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 8x³ എന്ന് എഴുതാം. പക്ഷേ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 8x³ റേസ് ടു 1/3 എന്ന് കൊടുക്കാം. ഇത് നമുക്കറിയാം 2x³ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2x എന്ന് എഴുതാം. 2x³ ബൈ 1/3. ആ 3 3യുടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. അതുപോലെ അടുത്ത കണ്ടുപിടിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നമുക്ക് ഓപ്പറേഷൻ ഇതാണ് 1 2 3 4 5. ഇവിടെ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അത് LCM ആണ്. അപ്പം നമ്മൾ ഈ ഇതുപോലൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെ ഓപ്പറേഷൻ ടേബിൾ തയ്യാറാക്കി ഇതിൻ്റെ ഓരോന്നിൻ്റെ LCM കണ്ടു. 1ൻ്റെ LCM ഇത് 1 2 ആകുമ്പം 2, 1 3 ആകുമ്പം 3, 1 4 ആകുമ്പം 4, അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചിട്ട് ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല. ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മുടെ സെറ്റ് 1 2 3 4 5 ആണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എലമെൻറ്റ്സ് തന്നെ കിട്ടണം. ഇവിടെ തന്നെ അറിയാം, ഇവിടെ 6 അല്ലെങ്കിൽ 10 അതുപോലെ 15 20 ഒന്നും ഇവിടുത്തെ എലമെൻറ്റ്സ് അല്ല. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് പറയാം. ഹിയർ സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. കാരണം പറയുന്നത് 6 ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ എലമെൻ്റ് അല്ല. ഇവിടുത്തെ എലമെൻറ്റ്സിന് കിട്ടുവാണെങ്കിൽ മാത്രമേ അതിന് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 2015 മാർച്ച്. പിന്നെ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഇസ് സെഡ് ടു ബി റിഫ്ലെക്സീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ റിലേഷൻ റിഫ്ലെക്സീവ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കുന്നത്, അത് എഴുതണം. അപ്പോൾ അതിൻ്റെ നേരത്തെ ചോദിച്ചു അതേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് ബി പാർട്ട്. പിന്നെ ഈ ഫംഗ്ഷൻ ഈ ഷോ ദാറ്റ് എഫ് ഫ്രം ക്ലോസ് under -1 to r given by f of x equal x by x plus 2 is 1 1 എന്ന് തെളിയിക്കാൻ പറയുന്നത്. അപ്പോൾ ആൻസറിലോട്ട് പോവാം. ഇപ്പോൾ എവരി എലമെൻറ്റ് എ ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എയിലെ ഓരോ എലമെൻറ്റ് അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അതിന് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ ആൻസർ ഇൻ മാർച്ച് 2016 ചെയ്തതാണ്. അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ ചെയ്യുന്നില്ല. അത് സി പാർട്ട് പറയുന്നത് ഇതാണ്. 1 1 അതിലേക്ക് മുമ്പ് ഞാൻ പറഞ്ഞ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ എഫ് ഓഫ് x2 എന്ന് എടുക്കുന്നു. ഇംപ്ലൈസ് നമുക്ക് പറയാം x1 ഇങ്ങനെ എഴുതാം, x1 ബൈ x1 പ്ലസ് 2 x2 ബൈ x2 പ്ലസ് 2 ഇത് രണ്ടും ഈക്വലാന്ന് എടുക്കാൻ പറ്റും. ഇതൊന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം x1 ഇൻറ്റു x2 പ്ലസ് 2 സീക്വൽ x2 ഇൻറ്റു x1 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ അകത്തോട്ട് x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡ് x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x1 x2 നമുക്ക് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അത് വെട്ടിപ്പോവും, ക്യാൻസലായി പോവും. ബാക്കി 2x1 ഇസ് ഈക്വൽ ടു x2 എന്ന് പറയാം. 2 കോമൺ ആയിട്ടാണ് ക്യാൻസലായി പോവും. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു x2 നമുക്ക് പറയാം f ഈസ് 1 1 എന്ന് പറയാം. അപ്പോൾ എപ്പോഴും 1 1 തെളിയിക്കാൻ നമുക്ക് ഞാൻ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് x1 ഇസ് ഈക്വൽ ടു x2 എന്നായി കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് 1 1 എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഈ ഫംഗ്ഷൻ 1 1 ആണ്. അടുത്ത മാർച്ച് 2014. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് തന്നിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ നിന്നും കറക്റ്റ് ആൻസർ എടുത്ത് എഴുതണം. പിന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇത് നേരത്തെ ചോദിച്ചത് തന്നെയാണ്. പിന്നെ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ക്യൂ നാച്ചുറൽ നമ്പേഴ്സ് ബൈ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ 3. ചെക്ക് വെദർ സ്റ്റാർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റ്. അപ്പോൾ നമുക്കിത് നോക്കിക്കൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ആദ്യം എ പാർട്ടിൻ്റെ ഈ റിലേഷനകത്ത് എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എ മൈനസ് ബി 2 കൂടുതലായിരിക്കണം, ഡിഫറൻസ് 2 കൂടുതലായിരിക്കണം, ബി 3 കൂടുതലായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നത് ഇത് ശരിയാവത്തില്ല. ബി 3 കൂടുതലല്ല, ഇത് ഡിഫറൻസ് 3 വരും, പക്ഷെ അത് മൈനസ് ആയിരിക്കും വരുന്നത്. ഡിഫറൻസ് -3 ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ശരിയാവത്തില്ല. ഇത് ഡിഫറൻസ് 1 ആയിരിക്കും വരുന്നത്, പക്ഷേ ഇത് ഡിഫറൻസ് നമുക്കറിയാം 4 ആണ്. അത് ബി എന്ന് പറയുന്നത് 3 വലുതായതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 10 6 ബിലോങ്സ് ടു ആർ എന്നായിരിക്കും. അടുത്ത ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പാർട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ്, ഇത് ജി കോമ്പോസിറ്റ് എഫ് എന്നാണ് പറയുന്നത്, ഇത് എഫ് കോമ്പോസിറ്റ് ജി എന്നാണ് പറയുന്നത്. ഇത് എഫ് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് നേരത്തെ ചെയ്തു, ഞാൻ നേരത്തെ ആൻസറിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി എഫ് കോമ്പോസിറ്റ് ജി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ജി ഓഫ് എക്സിന് പകരം എക്സ് റേസ് ടു 1/3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിന്നും എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 8x³. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു 1/3 കൊടുക്കും, അതോ ഹോൾ ക്യൂബ് എന്ന് വരും. ഇവിടെ നിന്ന് 8x എന്ന ആൻസർ കിട്ടും. അടുത്ത സി പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാ തന്നിരിക്കുന്ന എ സ്റ്റാർ ബി സി ഈക്വൽ ടു എ ബി ബൈ, അത് ഞാൻ തിരിച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എ ബി ബൈ 3 എന്ന് എഴുതാം. ഇവിടെ ബി സ്റ്റാറെ കണ്ടുപിടിക്കുമ്പം ബി എ ബൈ 3 ഡെഫിനിഷൻ അനുസരിച്ച് ബി എ ബൈ 3 എന്ന് എഴുതാം. അതിന് നമുക്കറിയാം ബി എയും എ ബിയും തിരിച്ചാൽ ഇതിനകത്ത് മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ എ ബി ബൈ 3 എന്ന് പറയാം. അതെന്ന് പറയുമ്പോൾ എ സ്റ്റാർ ഇതിനാണ്. അപ്പോൾ നമുക്ക് പറയാം therefore എ സ്റ്റാർ ബി സി ഈക്വൽ ടു ബി സ്റ്റാർ, therefore സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത് നോക്കാം അസോസിയേറ്റീവ് എന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അസോസിയേറ്റീവ് ആകുമ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി കണ്ടുപിടിക്കുന്നു. ആദ്യം ബിയും സിയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, ബി സി ബൈ 3. അടുത്ത സ്റ്റെപ്പ് എയുമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം
ABC/3 all divided by 3. ഈ 3 ആണ്, ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. ഇത് ഡെഫിനിഷനിലെ 3 ആണ് ഈ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ABC/3 ആകുമ്പോൾ ABC/9 എന്ന് ആൻസർ എഴുതും. തിരിച്ച് കണ്ടുപിടിക്കുന്നു. A*B*C, എയും ബി ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളത് CU ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ABC/3 ആകുമ്പോൾ ഇതിനെ നമുക്ക് ABC/3 ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് അസോസിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റാർക്ക് അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവ് ആണ് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത മാർച്ച് 2013 consider f from R2 are given by f of x equal to 5x plus 2. Show that f is 1 1. F is invertible. Justify your answer. Let star be a binary operation on n defined by a star b is equal to HCF of a and b. Star is commutative, E star is associative. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇത് 1 1 ആണ് തെളിയിക്കാൻ. 1 1 തെളിയിക്കാൻ f of x1 is equal to f of x2 എടുക്കുന്നു. അപ്പോൾ 5x1 plus 2 is equal to 5x2 plus 2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആയി പോകും. ഇവിടെ നിന്നും 5 ക്യാൻസൽ ആയി പോകും. x1 is equal to x2. നമുക്ക് പറയാം f is 1 1 എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഇൻവേർട്ടിബിൾ തെളിയിക്കണം. ഇൻവേർട്ടിബിൾ തെളിയിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻ വേണം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത് ഞാനിപ്പം y എന്ന് എടുക്കുന്നു. y എന്ന് എടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് x is equal to y minus 2/5 എന്ന് പറയാം. ഇങ്ങനെ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. y ഇവിടെ R2R ആയതുകൊണ്ട് തിരിച്ച് ഇവിടെ എഫ് ഫ്രം R2R ആണെങ്കിൽ ഇവിടെ വേറൊരു ഫംഗ്ഷൻ ആയിരുന്നു സെറ്റ് ആയിരുന്നെങ്കിൽ തിരിച്ച് പറയണമായിരുന്നു. ജി ഫ്രം ഇപ്പോൾ ഇവിടെ n ആണെങ്കിൽ N2R എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇവിടെ രണ്ട് സെയിം ആയതും R2R ഗിവൺ ബൈ ജി ഓഫ് y is equal to y minus 2/5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ കോമ്പോസിറ്റ് കണ്ടുപിടിക്കും. ജി കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് ജിയും കണ്ടുപിടിക്കുന്നു. എഫ് കോമ്പോസിറ്റ് ജി ആദ്യം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഐ ഓഫ് എക്സ് തന്നെയാണ്. തിരിച്ച് ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നത് ഇതേപോലെ അതിന് വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കുന്നു. ഇവിടെ വൈ ആണേ ഉള്ളൂ. അപ്പോൾ കണ്ടുപിടിക്കുമ്പം ഐ ഓഫ് ഐ എന്ന് പറയുന്നത് ഇവിടെ ഐ ആണ്. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐ ആണ്. എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ അത് രണ്ട് സെയിം സെറ്റിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സാധാരണ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐ വൈ എന്നും ഐ എക്സ് എന്നും ഒക്കെ എഴുതും. അത് രണ്ട് ഡിഫറൻറ്റ് സെറ്റ് വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. ഇത് സെയിം സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ തിരിച്ച് ജി കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് ജിയും കണ്ടുപിടിക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ഇത് എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാൻ പറ്റും. ഇൻവേർട്ടിബിൾ അതിലേക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ മാത്രം തന്നാൽ ഇങ്ങനെയാണ്. ചിലപ്പോൾ രണ്ട് ഫംഗ്ഷൻ തരും. അത് പിന്നീട് വരുന്നുണ്ട്. അടുത്ത ഇതാണ് എ സ്റ്റാർ ബി. അപ്പോൾ നമുക്കറിയാം ഇത് എയുടെയും ബിയുടെയും HCF എന്ന് പറയുന്നതും ബിയുടെയും എയുടെയും HCF രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതുപോലെ അത് അസോസിയേറ്റീവ് ആയിരിക്കും. ബിയും സിയും അതിൻ്റെ HCF എടുക്കുന്നു. അത് എയുമായിട്ട് എടുക്കുമ്പോൾ ABC-യുടെ HCF ആയി മാറും. അതുപോലെ ഇവിടെ എടുക്കുമ്പോഴും അത് തന്നെ. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഓപ്പറേഷൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് HCF എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഇത് ബൈനറി ഓപ്പറേഷനും ആയിരിക്കും. അടുത്ത മാർച്ച് 2012 Give an example of relation on a set A is equal to set 1, 2, 3, 4 which is reflexive, symmetric but not transitive. Show that F from ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടാണ്. പിന്നെ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ Q plus find defined by A star B is equal to AB by 6. Find the inverse of 9 with respect to star. അപ്പോൾ ആദ്യത്തെ ഉത്തരം നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൊടുക്കണം. അത് റിഫ്ലെക്സീവ് സിമെട്രിക്കും ആയിരിക്കണം, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ 1 1 റിഫ്ലെക്സീവ് ആകുമ്പോൾ ഇത് ഓരോന്നും അതിനോട് തന്നെ റിലേറ്റ് ചെയ്യണം. അപ്പോൾ 1 1 വേണം, 2 2 വേണം, 3 3 4 4. റിഫ്ലെക്സീവ് ആകുമ്പോൾ ഒരു എലമെന്റ് എടുക്കുക 2 3. അപ്പോൾ അതിൻ്റെ റിവേഴ്സും അവിടെ കാണും 3 2 ആണ്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമ്മൾ 3 പേജ് ഇപ്പം 2 3 എടുത്ത് ഇവിടെ 3 അടുത്ത ഡിഫറൻ്റ് ആയിട്ടൊരു എലമെന്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കണ്ട. അപ്പോൾ നമുക്കിത് സിമെട്രിക്കും റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. അങ്ങനെയുള്ളതിനൊരു എക്സാമ്പിളാണ് ഇത്.
ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആൻസർ 2015 മാർച്ചിനകത്ത് ചെയ്തതാണ്. ഇതെങ്ങനെ ചെയ്യാം? ഈ 9ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് വേണം. അപ്പോൾ ഐഡന്റിറ്റി നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ A സ്റ്റാർ E = A എന്ന് കിട്ടുക. അതിന് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ A സ്റ്റാർ E = A തന്നെ ഒരു എലമെന്റിനെ ഒരു E എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഒരു ഫിക്സ്ഡ് എലമെന്റുമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം അത് തന്നെ കിട്ടുവാണെങ്കിൽ ആ സെറ്റിലെ ഓരോ എലമെന്റ്സിനും പ്രത്യേകത അങ്ങനെയായിരിക്കും. അത് തന്നെ കിട്ടുവാണെങ്കിൽ ആ E നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് പറയാം. അപ്പോൾ ആദ്യം ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കുക. A സ്റ്റാർ E = A. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് AE/6 = A. അവിടെ നിന്ന് E എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് 6 ആണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് 9ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാന്നുള്ളൂ. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇപ്പം ഈ ബിയും എയും A എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് B ആണെങ്കിൽ A സ്റ്റാർ B = E ആയിരിക്കും. അങ്ങനെ നമുക്കറിയാം. ഇവിടെ 9 ആണ് നമ്മുടെ ഒരു എലമെന്റ്. ഇപ്പം ഞാൻ നമ്മുടെ ഇൻവേഴ്സ് B എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് 9 സ്റ്റാർ B = E എന്ന് പറയാം. അവിടെ നിന്ന് B കണ്ടുപിടിച്ചാൽ മതി. 9B/6 = 6 എന്ന് വരും. 6 നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. അവിടെ നിന്നും B എന്ന് പറയുന്നത് 36/9 B = 4 ആണ്. ഇൻവേഴ്സ് ഓഫ് 9 എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത മാർച്ച് 2011 ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചേക്കുവാണ്. പിന്നെ ഇത് കണ്ടിട്ട് G-composite F കണ്ടുപിടിക്കുക. ഇവിടെ എന്ന് പറയുന്നത് ഈ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് ഇൻവെർട്ടിബിൾ ആണ്. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഇതിന് ഡിസ്റ്റിൻറ്റ് ഇമേജസ് വേണം. ഇപ്പം ഇവിടെ ഇതിന് ഡിസ്റ്റിൻറ്റ് ഇമേജ് അല്ല, സെയിം ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് ഇൻവെർട്ടിബിൾ അല്ല, അല്ലെങ്കിൽ 1-1 അല്ലെന്ന് പറയും. 1-1 കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇൻവെർട്ടിബിൾ എന്ന് പറയത്തുള്ളൂ. ഇവിടെ 1-1 അല്ല, അതുകൊണ്ട് നമുക്ക് പറയാം ഇത്, അല്ലെങ്കിൽ പറയാൻ സെയിം ഇമേജസ് എന്ന് പറയാം. അതുകൊണ്ട് F ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഇനി ഇതിൻ്റെ G-composite F കണ്ടുപിടിക്കാം. F(x) എന്ന് പറയുന്നത് 3x + 4/5x - 7 ആണ്. ഇനി ആ Gക്കകത്ത് എക്സിന് പകരം നമ്മൾ ഇതിട്ട് കൊടുക്കണം, 3x + 4/5x - 7 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ഈ 5x - 7 നമ്മൾ ഇങ്ങനെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ സെയിം ഡിനോമിനേറ്റർ ആയിരിക്കും. 5x - 7 അത് ക്യാൻസലായി പോവും. ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 21x + 28. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 20x - 28 എന്ന് കിട്ടും. താഴെ അതുപോലെ ചെയ്തു വരുമ്പോൾ ആൻസർ അവസാനം ഇവിടെ ചെയ്ത് വരുമ്പോൾ ഇത് 41. ഇത് രണ്ടും പറ്റിപ്പോവും. 41x ഇതും ക്യാൻസലായി പോവും. ഇവിടെ 40. അപ്പോൾ അങ്ങനെ x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ G-composite F(x) എന്ന് പറയുന്നത് നമുക്ക് x ആണ്. യഥാർത്ഥത്തിൽ G-composite F എന്ന് പറയുന്നത് നമുക്ക് I എന്നും പറയാം. x വന്നാൽ I എന്ന് പറയാം. ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് AB സ്റ്റാർ CD = ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് AC, S കോർഡിനേറ്റ് പറയുന്നത് AC - BD. അതുപോലെ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ S കോർഡിനേറ്റ് എല്ലാം നമുക്ക് ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും. അപ്പോൾ ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് AD + BC എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചെടുക്കുന്നു. എടുക്കുമ്പോൾ ആദ്യം നമ്മൾ CA - DB, അടുത്തത് ചെയ്യുമ്പം CB + DA. അപ്പോൾ ഇത് ഞാൻ തിരിക്കുന്നു. CAയും DBയും തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുന്നത്. A സ്റ്റാർ ഇത് തന്നെ കിട്ടുന്നത്. AB സ്റ്റാർ CD തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ പറയാം സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇത് രണ്ട് സെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇത് ആണ് 9 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിക്കുക. ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.